ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചോളണമെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ എപ്പോഴും അടിമയാക്കരുത്. ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? വേറെ പോവാൻ സ്ഥലമില്ല എന്നിട്ടാ കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവർ ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ്. ഈ ക്ലാസ് റൂമിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവർ 6 മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ? അവർ പരീക്ഷ എഴുതി തരുന്നില്ലേ? എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിൻ്റെ ആസ്വാദ്യത. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക്, ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക്, ആസ്വദിക്കാൻ കൊടുക്ക്. അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത്. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ, ആ സ്കൂൾ LP സ്കൂൾ കെട്ടിടം വാടകക്കായിരുന്നു. അത് മാറി ആ സ്കൂളിന് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഞാൻ ആടത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ ഒരു ക്ലാസ് പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പൊളിച്ചു. അത് ആ കെട്ടിടത്തിൻ്റെ ഉടമ എൻ്റെ പശുവിനെ കെട്ടുന്ന ആലയാണ്. എങ്കിലും ആ പ്ലാസ്റ്ററിങ് കഴിയാത്ത ആ ചുമരുകളിൽ ഞാൻ പോയി തൊടും. കാരണം അന്ന് പെൻസില് മുറിച്ചം കൂട്ടാൻ റേസർ ഇല്ല, കട്ടറില്ല. ഈ കല്ലിൻ്റെ ഓട്ടയിലിട്ടിട്ട് തിരിച്ചിട്ടാണ് മുറിച്ചം കൂട്ടുക. ആ കല്ലിൻ്റെ ഓട്ടയിൽ ഓരോ ആൾക്ക് ഓരോ കുഴിയുണ്ട്. ആ കുഴിക്കൊരു മിനുസമുണ്ട്. അതിലൊന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ, ആ ബാല്യത്തിൻ്റെ സ്നിഗ്ധത അനുഭവിക്കുക. ആ ബാല്യം നിങ്ങൾ നിഷേധിക്കല്ലേ. നിങ്ങൾ അവരുടെ ബാല്യം നിഷേധിച്ചാൽ നിങ്ങളുടെ സർഗാത്മകമായ വാർദ്ധക്യം അവരും നിഷേധിക്കും. അവരുടെ ബാല്യം നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്കൊരു സർഗാത്മക വാർദ്ധക്യമുണ്ട്. അത് നിങ്ങളെ ശപിച്ചിട്ടും ശകാരിച്ചിട്ടും അവരും നശിപ്പിക്കും. അതുകൊണ്ട് അവരുടെ ബാല്യം അവർക്ക് വിട്ടുകൊടുക്കുക. കുറച്ചൊന്ന് ഇടപെട്ടാൽ മതി. ഒഴുകുന്ന പുഴയിൽ മുറിച്ചപ്പുറം കടക്കാൻ പുഴയെ നേരെ മുറിച്ച് നീന്തരുത്, പുഴയോടൊത്തൊഴുകണം കുറച്ചു നേരം. അങ്ങനെ പുഴയോടൊത്തൊഴുകാൻ നമ്മുടെ ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസങ്ങളാണ്. ആ പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുക, അവൻ്റെ കണ്ണുകളിൽ നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സോഫ്റ്റനാക്കണം. എന്താണ് അതിൻ്റെ മാർഗം? സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാൻ എന്താ മാർഗം? കമ്മ്യൂണിക്കേഷൻ നന്നായാൽ എല്ലാം നന്നായി. നിങ്ങൾക്ക് പറയാനും കേൾക്കാനുമുള്ള ഒരു റേഷ്യോ പ്രകൃതി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എത്ര പറയണം, കുട്ടികൾ പറയുന്നത് എത്ര കേൾക്കണം. അറിയാമോ അതിൻ്റെ കണക്ക്? 1:2